Exercise 1.1. First question. Use Euclid's division algorithm to find the HCF of 135 and 225, 196 and 38,220, 867 and 200. ഓക്കെ, ഇവിടെ നമുക്ക് HCF കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 135 ആൻഡ് 225 ആണ്. സിൻസ് 225 ഗ്രേറ്റർ ദാൻ 135, 225 ആണ് ബിഗസ്റ്റ് നമ്പർ. സോ നമുക്ക് ഈ 225നെ 135 വെച്ച് ഡിവൈഡ് ചെയ്യാം. 225 ഡിവൈഡഡ് ബൈ 135. 135 ഇൻറ്റു ഒരു പ്രാവശ്യമേ 225 പോകത്തുള്ളൂ. അപ്പോൾ ക്വോഷ്യൻ്റിൻ്റെ അവിടെ 1 കൊടുത്തു, 135 എഴുതി, എന്നിട്ട് എന്താ ചെയ്തു, അത് മൈനസ് ചെയ്തു. 5 5 പോക 0, 22 13 പോക 9 കിട്ടി. അപ്പോൾ നമുക്കിവിടെ 225നെ 135 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ക്വോഷ്യൻ്റ് 1ഉം റിമൈൻഡർ 90 കിട്ടിയത്. ഇവിടെ നമുക്ക് ഈ ഒരു അൽഗോരിതം ഒന്ന് എഴുതി വെക്കാം. 225 equal 135 into 1 plus 90. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, റിമൈൻഡർ 90 ആണ് കിട്ടിയത്, 0 ആയിരുന്നു. റിമൈൻഡർ നമുക്ക് 0 വരുന്നിടം വരെ നമുക്ക് ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ എന്താ, നമുക്ക് 90 റിമൈൻഡർ കിട്ടിയത് 135 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 90 റിമൈൻഡർ കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ 135നെ ഇവിടെ ഡിവിഡൻ്റായിട്ട് കൊണ്ടുവന്നിട്ട് 90 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 135നെ ഇനി നമ്മൾ 90 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 135ൽ 90 ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ. സോ 1 എഴുതുക, ക്വോഷ്യൻ്റിൻ്റെ അവിടെ, എന്നിട്ട് 90 എഴുതി സബ്ട്രാക്ട് ചെയ്യുക. 5 ഇപ്പുറത്ത് 4, 45 കിട്ടി. ഇപ്പോഴും നമ്മുടെ 135നെ 90 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴും നമുക്ക് റിമൈൻഡർ 0 കിട്ടിയില്ല. അപ്പോൾ ഈ അൽഗോരിതം കൂടെ നമുക്ക് സൈഡിലോട്ട് എഴുതി വെക്കാം. 135 ഈക്വൽ 90 ഇൻറ്റു 1 പ്ലസ് 45. ഇത് ഓരോ സ്റ്റെപ്പ് അന്നേരം എഴുതി ലെഫ്റ്റ് സൈഡിലോട്ട് എഴുതി പോകണം. ലാസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷനാവും. അപ്പോൾ ഇവിടെ നമുക്ക് 0 കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് ഡിവൈസറായിട്ട് വന്ന 90യെ നമ്മളിപ്പം ഡിവിഡൻ്റായിട്ട് കൊണ്ടുവന്ന് എഴുതി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 90 ഇവിടെ കൊണ്ടുവന്ന് എഴുതി. 45 ഇൻറ്റു 2 ആണ് 90. അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി, 0. നമുക്കിവിടെ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ സ്റ്റെപ്പും കൂടെ നമുക്ക് സൈഡിലോട്ട് എഴുതി വെക്കാം. 90 ഈക്വൽ 45 ഇൻറ്റു 2 പ്ലസ് 0. അപ്പം now the remainder become 0. അപ്പം നമ്മുടെ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞു. എപ്പം നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നു അപ്പോൾ നമ്മുടെ ഈ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. So the procedure stops. And 225നെ 135 വെച്ച് ഡിവൈഡ് ചെയ്തപ്പം റിമൈൻഡർ നമുക്ക് 90 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ പ്രീവിയസ് ഡിവൈസർ ആയിരുന്ന 135നെ ഡിവിഡൻ്റ് ആക്കിക്കൊണ്ട് 90 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോഴും നമുക്ക് റിമൈൻഡർ 0 കിട്ടിയില്ല, 45 കിട്ടിയത്. അപ്പം തൊട്ട് മുമ്പുള്ള ഡിവൈസറിനെ വീണ്ടും ഡിവിഡൻ്റ് ആക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്തു. 45 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അതോടെ നമ്മൾ ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എപ്പോഴാണോ റിമൈൻഡർ 0 വരുന്നത്, ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണോ റിമൈൻഡർ 0 വന്നത്, അതായിരിക്കും നമ്മുടെ HCF എന്ന് പറയുന്നത്. ഇവിടെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് റിമൈൻഡർ 0 കിട്ടിയത്. അപ്പോൾ നമുക്ക് അതും കൂടെ എഴുതി വെക്കാം. എന്താ, 135നെയും 225ൻ്റെയും HCF എന്ന് പറയുന്നത് എത്ര വരും, ആ 45 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 കിട്ടിയപ്പോൾ ഉള്ള ഡിവൈസർ ഏതാ,
45. അപ്പോൾ എഴുതാം നമുക്കിവിടെ എന്താണ് എഴുതേണ്ടത്? സിൻസ് ദ ഡിവൈസർ അറ്റ് ദിസ് സ്റ്റേജ് ഈസ് 45. നമുക്ക് റിമൈൻഡർ 0 കിട്ടിയപ്പോഴുള്ള ഡിവൈസർ ഏതാണ്? അതാണ് ഉദ്ദേശിക്കുന്നത്. സിൻസ് ദ ഡിവൈസർ ഈസ് 45. Therefore, HCF of 135 and 225 is 45. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 196 and 38,220. Okay, biggest number 38,220. Since 38,220 is greater than 196. അപ്പോൾ നമുക്കിനി ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ്? 38,220 divided by 196. 1 time 196 എടുത്തു. 382 ഫസ്റ്റ് 3 ഡിജിറ്റ് എടുത്തപ്പോൾ 382ൽ 1 ടൈമേ 196 പോകത്തുള്ളൂ. അപ്പോൾ ഇനി അത് എഴുതി സബ്ട്രാക്ട് ചെയ്യാം. 12 നിന്ന് 6 പോകുക 6, 18 നിന്ന് 9 പോകുക 9, പിന്നെ 2 നിന്ന് 1 പോകുക 186 കിട്ടി. അടുത്ത ഡിജിറ്റ് ബ്രിങ് ഡൗൺ ചെയ്തു. ഇനി നോക്കണം 196 ഈ 1862ൽ എത്ര പ്രാവശ്യം വരുമെന്ന്. നമുക്ക് 196നെ എന്താ 8 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 8s are 48, റിമൈൻഡർ 4, 72 plus 4 76, remainder 7, 8 1 is 8, 8 plus 7 15. അപ്പോൾ 1862 ആണ് നമുക്കവിടെ വേണ്ടത്. ഇവിടെ 1568 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? 196നെ 9 കൊണ്ടുകൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 54, റിമൈൻഡർ 65, 81 86, റിമൈൻഡർ 8, 17 64 കിട്ടി. 1764 ആണ് നമുക്ക് എന്താ 196നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഈ 10 കൊണ്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 1960 വരും. അത് വേണ്ട, നമുക്കത് അതിനൊക്കെ വലിയ നമ്പറാണ്, അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് 196 × 9 ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എടുക്കാം. അപ്പം കോഷ്യൻ്റെ സ്ഥാനത്ത് 9 എഴുതി 1764 എഴുതിയിട്ട് നമുക്കിനി സബ്ട്രാക്ട് ചെയ്യാം. 8 + 4 12, 7 ആകുമ്പോൾ 98 കിട്ടി. നെക്സ്റ്റ് ഡിജിറ്റ് 0 നമ്മൾ ബ്രിങ് ഡൗൺ ചെയ്തു. ഇനി നോക്കണം 980. ഈ 80യുടെ 980 ലാസ്റ്റ് ഡിജിറ്റ് 0 ആയാൽ അപ്പം 196 6നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0 വരുന്നത് നോക്കണം. 5 അല്ലേ? 5 6 are 30 വരും. അപ്പോൾ നമുക്കിവിടെ 5 വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 6 are 30, റിമൈൻഡർ 3, 980 കിട്ടി. അപ്പോൾ 5 times ആണ് 196, 980ൽ. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. 38,220 196 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് 0 കിട്ടി. പക്ഷേ മേളത്തെ പ്രോബ്ലത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനി എന്താ നമുക്ക് അൽഗോരിതം എഴുതി വെക്കാം. 38,220 = 196
into 195 plus 0. Now the remainder is 0. So the procedure stops. Therefore the HCF of these two numbers are 196 and 38,220 is 196. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 867 and 255. അപ്പോൾ ഇത് സിൻസ് 867 greater than 255. അപ്പോൾ നമുക്ക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഏത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? 255 വെച്ചിട്ട് 867 ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. 255 into 2 ആകുമ്പോൾ 500 സംതിങ് വരും. ഓക്കെ, നമുക്ക് 255നെ 3 വെച്ചിട്ട് ചെയ്ത് നോക്കാം. 5 3s are 15, remainder 1 16 7 765 വരും. അപ്പോൾ കോഷ്യൻ്റ് 3, അപ്പോൾ 765. ഇത് സബ്ട്രാക്ട് ചെയ്യാം. 2 6 0 7 + 1 8, അപ്പോൾ 102 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ റിമൈൻഡർ 0 ആണ് കിട്ടിയല്ല, 102 ആണ്. നമുക്ക് ഇപ്പോൾ ചെയ്ത ഡിവിഷൻ്റെ സ്റ്റെപ്പ് ഇവിടെ എഴുതി വെക്കാം. 867 equal 255 into 3 plus 102. Here the remainder is not 0. അപ്പോൾ എന്ത് ചെയ്യണം? ദെൻ കണ്ടിന്യൂ ദ പ്രോസസ്സ്. എന്താ? പ്രീവിയസ് ഡിവൈസറിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഡിവിഡൻ്റ് ആക്കണം. പ്രീവിയസ് ഡിവൈസർ ഏതാണ്? 255. അതിനെ നമ്മൾ 102 വെച്ചിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 2s are 4. ഓക്കെ, 204 വരുന്നുണ്ട്. റിമൈൻഡർ 1 5. അപ്പോൾ നമുക്കിവിടെ 255നെ 102 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 51 കിട്ടി. ആ സ്റ്റെപ്പ് നമുക്കിവിടെ എഴുതാം. 255 equal 102 into 2 plus 51. അപ്പോൾ അഗെയിൻ നമുക്കെന്താണ്? റിമൈൻഡർ 0 അല്ല വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ലാസ്റ്റ് ഡിവൈസർ ഏതാണോ അതിനെ ഡിവിഡൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് 51 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ലാസ്റ്റ് ഡിവൈസർ ഏതായിരുന്നു? 102. ഇനി ഡിവൈഡ് ചെയ്യുക. 5 2s are 2 1 is 2, 5 2s are 10, 102 തന്നെ കിട്ടി. അപ്പോൾ റിമൈൻഡർ 0. അപ്പം നമുക്ക് ആ സ്റ്റെപ്പും കൂടെ ഒന്ന് എഴുതി വെക്കാം. 102 equal 51 into 2 plus 0. അപ്പം നമുക്കിവിടെ 51 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 0 കിട്ടിയത്. Now the remainder becomes 0. അപ്പം നമ്മൾ ഏത് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 0 കിട്ടിയത് ആ നമ്പർ ആയിരിക്കും HCF. ഇവിടെ 51 വെച്ചിട്ട് ചെയ്തപ്പോഴാണ് 0 കിട്ടിയത്. സോ 0 കിട്ടിയപ്പോൾ നമ്മുടെ പ്രൊസീജിയർ സ്റ്റോപ്പായി. പിന്നെ എന്താണ് ഇവിടെ 51 ആണ് HCF ആയിട്ട് വരുന്നത്. കാരണം 51 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ നമുക്ക് റിമൈൻഡർ 0 വന്നത്. പിന്നെ നമുക്ക് എഴുതാം. എന്താ എഴുതുന്നത്? 51 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ HCF.
അപ്പോൾ ഇതെന്താ HCF ഓഫ് 867 ആൻഡ് 255 ഈസ് എന്താണ് 51. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 6q plus 1 or 6q plus 3 or 6q plus 5 where q is some integer. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, എന്താ ഷോ ചെയ്യാൻ പറയുന്നത്? ടു ഷോ എന്തായിരുന്നു? എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ. എന്താ ഷോ ചെയ്യേണ്ടത്? എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം ഏതാണ്? 6q plus 1, 6q plus 3 ആൻഡ് ഓർ 6q plus 5. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്തായിരുന്നു യൂക്ലിഡ്സ് അൽഗോരിതം അനുസരിച്ച് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? BQ plus R. ആറിന് പോസിബിളായിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ R ലെസ് ദാൻ B. ബി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്തായിട്ട് വരും? ബി ഒരു കോഷ്യൻ്റാണ്. അപ്പോൾ കോഷ്യൻറ്റിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും എപ്പോഴും റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ 0 മുതൽ ബിയേക്കാളും ചെറുത് വരെയുള്ള വാല്യൂസ് ഇപ്പോൾ ആറിന് പോസിബിളായിട്ടുള്ളത്. ഇപ്പോൾ എഴുതാം. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ. പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ബി എന്തായിരിക്കും ഇവിടെ? ബി എന്ന് പറയുന്നത് നമുക്ക് 6q plus 1 എന്നാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ 6 ആയിരിക്കും. ദെൻ ബൈ യൂക്ലിഡ്സ് ആൽഗോരിതം എ എന്ന് പറയുന്നത് BQ plus R. ഇവിടെ ബി എന്ന് പറയുന്നത് A ഈക്വൽ BQ plus R. നമുക്ക് ബിയുടെ വാല്യൂ ഇവിടെ കൊടുക്കാം. A ഈക്വൽ ബി എന്ന് പറയുന്നത് 6 ആണ്. 6q plus R. ഇവിടെ ആറിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ R ലെസ് ദാൻ B. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് R ഈക്വൽ ഏതൊക്കെയാവാം? 0, 1, 2, 3, 4, 5. 6 പറ്റില്ല, ലെസ് ദാൻ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബി 6 ആണ്. 6 ഇവിടെ എടുക്കാൻ പറ്റില്ല, 6നേക്കാളും ചെറുത്. അപ്പോൾ 5 വരെ, 0 മുതൽ 5 വരെയുള്ള വാല്യൂസ് എടുക്കാം. നമുക്കിനി ഓരോ വാല്യൂസും ആറിന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇഫ് R ഈസ് ഈക്വൽ ടു 0, ആറിന് 0 കൊടുത്തു ഇക്വേഷനിൽ കോമ A ഈക്വൽ 6q plus 0. ആറിന് പകരം 0 ഇട്ടു. ആൻസർ എന്ത് വരും? അപ്പോൾ ഈ A ഈക്വൽ 6q എന്ന് കിട്ടി. ഇതെന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. കാരണം എന്താ? ഇത് 6 ഇൻറ്റു ക്യൂ എന്നാണ്, 6 ഇൻറ്റു ക്യൂ എന്നാണ്. അപ്പം ഏത് നമ്പറിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. സോ 6A ഈസ് ഈക്വൽ ടു 6q എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയിരിക്കും. എന്ന് പറയുന്നത് 6q എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം. ഇത് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് ഈവൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയിരിക്കും. സോ A ഈസ് ഈക്വൽ ടു 6q എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആറിന് നെക്സ്റ്റ് വാല്യൂ 1 എന്ന് കൊടുത്ത് നോക്കാം. അപ്പം A ഈക്വൽ 6q plus 1 ഇങ്ങനെ കിട്ടി. ഇതെന്തായിരിക്കും? 6q എന്താണ്? ഈവൻ നമ്പറാണെന്ന് മനസ്സിലായി. ഈവൻ നമ്പർ പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. 8 ഒരു ഈവൻ നമ്പറാണ്. 8 plus 1 എന്ന് പറയുന്നത് 9 ആണ്. 12 ഈസ് ആൻ ഈവൻ നമ്പർ. 12 plus 1 13 ഈസ് ആൻ ഈവൻ നമ്പർ. അതുപോലെ 36 ഈസ് ആൻ ഈവൻ നമ്പർ. 36 plus 1 37 ഓഡ് നമ്പർ. അപ്പം ദിസ് വിൽ ബി ആൻ ഓഡ് നമ്പർ. ഇതൊരു ഓഡ് നമ്പർ ആയിരിക്കും. 6q
പ്ലസ് 1. 6q എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ പ്ലസ് 1. അതിനോട്ട് 1 ആഡ് ചെയ്ത് എന്തായിരിക്കും എപ്പോഴും കിട്ടുക? ഓഡ് നമ്പർ ആയിരിക്കും. സോ ഇഫ് r ഈക്വൽ ടു 1, ആറിന് 1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് r ഈക്വൽ 2, ആറിന് 2 കൊടുത്താൽ a ഈക്വൽ 6q പ്ലസ് 2. ഇതെന്തായിരിക്കും? 6q ഈസ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈവൻ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ 8 പ്ലസ് 2 10. 36 ഈസ് ആൻ ഈവൻ നമ്പർ പ്ലസ് 2 38. 50 ഈസ് ആൻ ഈവൻ നമ്പർ പ്ലസ് 2 52. അപ്പോൾ ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഈവൻ നമ്പറിൻ്റെ കൂടെ 6q ഈസ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ പ്ലസ് 2 ഈസ് ആൻ ഈവൻ നമ്പർ. നെക്സ്റ്റ്, if r is equal to 3, a equal 6q plus 3. 6q even number plus 3 is an odd number. ഇതൊരു ഓഡ് നമ്പർ ആയിരിക്കും. കാരണം ഈവൻ നമ്പർ പ്ലസ് 3 എന്ന് പറയുന്നത് ഓഡ്. 6q ഈവൻ നമ്പറാണ് നമുക്ക് മനസ്സിലായി. കാരണം അത് 6q എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഈവൻ നമ്പറിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പർ കിട്ടും. ഈവൻ നമ്പർ അപ്പോൾ 8 പ്ലസ് 3 ഈക്വൽ 9 10 11. 11 ആണ്, ഓഡ് നമ്പറാണ്. 16 പ്ലസ് 3 16 17 18 19. 19 ഈസ് ആൻ ഓഡ് നമ്പർ. സോ ഇഫ് r is equal to 0, then a is an odd number. Then if r is equal to 4, a equal 6q plus 4. അതും ഈവൻ നമ്പർ ആയിരിക്കും. കാരണം 6q പ്ലസ് ഈവൻ നമ്പറിൻ്റെ കൂടെ ഈവൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അതും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഇഫ് r ഈക്വൽ 5, a ഈക്വൽ 6q പ്ലസ് 5. 6q is an even number plus an odd number will be an odd number. ഈവൻ നമ്പറിൻ്റെ കൂടെ ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. 42 is an even number plus 5. എത്ര വരും? 47 is an odd number. 94 is an odd number plus 5 equal 99 is an odd number. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ 4 6q പ്ലസ് 3 6q പ്ലസ് 5 എന്നായിരുന്നു. നോക്കിയേ, ഇവിടെ ഓഡ് ഇൻറ്റിജേഴ്സ് കിട്ടിയത് എപ്പോഴൊക്കെയാണെന്ന് നോക്കിയേ. 6q പ്ലസ് 1 അല്ലേ? ആറിന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 6q പ്ലസ് 1 എന്ന ഫോം കിട്ടി. അടുത്ത ഓഡ് നമ്പർ കിട്ടിയത് എവിടെയാണ്? അതിൻ്റെ ഫോം ഏതാ? ആറിന് 3 ഇട്ട് കൊടുത്തത്, അതായത് a ഈക്വൽ 6q പ്ലസ് 3 എന്ന ഫോമിലാണ്. നെക്സ്റ്റ് കിട്ടിയത് ഇവിടെയാണ്, അതായത് ആറിന് 5 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത്രയുള്ള ആൻസർ കഴിഞ്ഞ് നമ്മൾ ഓഡ് ഇൻറ്റിജേഴ്സ്, എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഈ ഫോമിലാണെന്ന് മനസ്സിലായി. 6q പ്ലസ് 1 6q പ്ലസ് 3 6q പ്ലസ് 5. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ടു ഷോ എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ 6q പ്ലസ് 1 6q പ്ലസ് 3 6q പ്ലസ് 5 ഈ ഒരു ഫോമിലാണെന്ന് ഷോ ചെയ്യാനായിരുന്നു കാണിച്ചത്. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവിടെ എന്താ? ഇവിടെ ആറിന് 0 മുതൽ 5 വരെ വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടിയത് എപ്പോഴൊക്കെയാണ്? 6q പ്ലസ് 1 6q പ്ലസ് 3 6q പ്ലസ് 5 ഈ ഒരു ഫോമിലാണ് നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടിയത്. അപ്പം നമ്മളിതിവിടെ ഷോ ചെയ്ത് കഴിഞ്ഞു. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 6q പ്ലസ് 1 ഓർ 6q പ്ലസ് 3 ഓർ 6q പ്ലസ് 5 നമുക്ക് എഴുതാം. ദെയർഫോർ പോസിറ്റീവ്
odd integer is of the form, ഏതായിരുന്നു ഫോം 6 cube plus 1 or 6 cube plus 3 or 6 cube plus 5. ഇതായിരുന്നു ഷോ ചെയ്തിട്ട് നമ്മൾ ഷോ ചെയ്ത് കഴിയും. ഇത് ഇപ്പോൾ എക്സസൈസ് 1.1 2 ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ ഞാൻ പാർട്ട് 2 ഉൾപ്പെടുത്താം. മറക്കാതെ വാച്ച് ചെയ്യണം കേട്ടോ.